നിവബൂപ്പയുടെ പുതിയൊരു ഹെൽത്ത് പ്ലാൻ റിയഷ്വർ 3.0. ഇതിലെ ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പരിധിയില്ലാത്ത സം ഇൻഷ്വേർഡ് ആണ്. സാധാരണ നമ്മൾ കാണുന്നത് പോലെയല്ല അല്ലേ, 10 ലക്ഷം 20 ലക്ഷം അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അപ്പോൾ ഈ പുതിയ പ്ലാൻ ശരിക്കും എന്താണ്? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് വിശദമായി നോക്കാം അല്ലേ? തീർച്ചയായും. ഈ അൺലിമിറ്റഡ് സം ഇൻഷ്വേർഡ് എന്ന ആശയം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ കൊള്ളാം. കാരണം വലിയ ക്ലെയിം വന്നാലും പേടിക്കേണ്ട, ടോപ്പ് പോളിസി വേണോ, നോ ക്ലെയിം ബോണസ് കൂട്ടിവെക്കണോ എന്നൊന്നും ചിന്തിക്കേണ്ടി വരില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ അൺലിമിറ്റഡ് എന്ന പേരിന് പിന്നിൽ ചില നിബന്ധനകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് പ്ലാൻ വേരിയന്റ് എടുക്കുന്നു എന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോ ഈ പരിധിയില്ലാത്ത കവറേജ് അത് എല്ലാ കാര്യത്തിലും അൺലിമിറ്റഡ് ആണോ, അതോ വേറെന്തെങ്കിലും ക്യാച്ച് ഉണ്ടോ? അതെ, അതാണ് പോയിന്റ്. സം ഇൻഷ്വേർഡ് അൺലിമിറ്റഡ് ആണ്, അതിൽ സംശയമില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ പരിധിയുണ്ട്. ഉദാഹരണത്തിന് റൂം വാടക, അതുപോലെ ചില മോഡേൺ ട്രീറ്റ്മെന്റ്സിനുള്ള കവറേജ്. ഇതൊക്കെ നിങ്ങൾ ഏത് വേരിയന്റാണോ എടുക്കുന്നത് അതനുസരിച്ച് മാറും. അപ്പോൾ അൺലിമിറ്റഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാം ഫ്രീ ആണെന്ന് കരുതരുത്. ശരി ശരി. ഇതിന് 4 വേരിയന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ക്ലാസിക്, സെലക്ട്, എലൈറ്റ്, പിന്നെ ബ്ലാക്ക്. എന്താണിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? അതെ, 4ലും സം ഇൻഷ്യൂർഡ് അൺലിമിറ്റഡ് ആണ്. അത് കോമൺ ആണ്. വ്യത്യാസം വരുന്നത് പ്രധാനമായും റൂം ടൈപ്പിലാണ്. ഇപ്പോൾ ക്ലാസിക് ആണെങ്കിൽ ജനറൽ വാർഡ്, സെലക്ട് ആണെങ്കിൽ ട്വിൻ ഷെയറിംഗ് റൂം, എലൈറ്റിൽ സിംഗിൾ പ്രൈവറ്റ് റൂം കിട്ടും, പക്ഷെ സ്വീറ്റ് റൂം പറ്റില്ല. ബ്ലാക്ക് ആണെങ്കിൽ ഏത് റൂമും കിട്ടും, സ്വീറ്റ് ഉൾപ്പെടെ. നിങ്ങൾക്ക് എന്ത് വേണം എന്നത് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ഇതല്ലാതെ വേറെന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചറുകൾ? ഞാൻ ഈ ലോക്ക് ദ ക്ലോക്ക്, ലിവ് ഹെൽത്തി എന്നൊക്കെ കേട്ടു. അതെന്താണ്? ലോക്ക് ദ ക്ലോക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. പക്ഷേ അത് എലൈറ്റ് ബ്ലാക്ക് വേരിയന്റിലേ ഉള്ളൂ. നിങ്ങൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ പോളിസി എടുത്ത സമയത്ത് നിങ്ങളുടെ പ്രായം വെച്ചുള്ള പ്രീമിയം തുടരും. പ്രായം കൂടുമ്പോഴുള്ള പ്രീമിയം വർധനവ് വരില്ല. ഓ, അത് കൊള്ളാമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള വർധനവിനെയാണിത് പൂട്ടുന്നത്. ഇൻഷുറൻസ് കമ്പനി നാളെ പണപ്പെരുപ്പം കാരണം ബേസ് പ്രീമിയം കൂട്ടിയാൽ അത് നമുക്കും ബാധകമാകും. അത് ശ്രദ്ധിക്കണം. പിന്നെ ലിവ് ഹെൽത്തി, അതവരുടെ ഹെൽത്ത് ആപ്പ് വഴി നമ്മുടെ നടത്തം, അതായത് സ്റ്റെപ്സ് ട്രാക്ക് ചെയ്താൽ റിന്യൂവൽ ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, 30% വരെ. ഓക്കെ, ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നേരത്തെയുള്ള അസുഖങ്ങളുടെ കാര്യം. ഡേ 1 കവറേജ് കിട്ടുമെന്ന് പറയുന്നു. അത് വലിയൊരു കാര്യമല്ലേ? ഈ ആസ്മ, BP, ഷുഗർ അങ്ങനെ കുറേ അസുഖങ്ങൾക്ക് ഇത് കിട്ടുമോ? അതെ, അത് ശരിയാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഓപ്ഷനാണ്. സാധാരണ നിലവിലുള്ള അസുഖങ്ങൾക്ക് 36 മാസം കഴിഞ്ഞേ കവറേജ് കിട്ടും. ഇവിടെ ഒരു ആഡ് ഓൺ റൈഡർ വഴി, അതായത് കുറച്ച് അധികം പൈസ കൊടുത്ത് വാങ്ങാവുന്ന ഒരു കവറേജ്, അതെടുത്താൽ ആദ്യ ദിവസം മുതൽ കവറേജ് കിട്ടും. അപ്പോ ആർക്ക് വേണമെങ്കിലും എടുക്കാമോ? അതിലൊരു കാര്യമുണ്ട്, ഇതെല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പില്ല. നിങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അണ്ടർ റൈറ്റിംഗ് ടീം തീരുമാനിക്കും ഇത് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ അധിക പ്രീമിയവും ഉണ്ടാവും. സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് 36 മാസം തന്നെയാണ്. ശരി, ഇതുപോലെ വേറെയും ഒരുപാട് ഓപ്ഷണൽ റൈഡറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ എന്തൊക്കെയാണ്? ഈ റൈഡറുകൾ എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റൈഡറുകളെന്ന് പറഞ്ഞാൽ ബേസ് പോളിസിയിൽ ഇല്ലാത്ത ചില കവറേജുകൾ, അല്ലെങ്കിൽ ഉള്ളത് കൂട്ടാനൊക്കെ ചെറിയ പ്രീമിയം കൊടുത്ത് ചേർക്കുന്നതാണ്. ഇപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ട്, ക്ലെയിം ഇല്ലാത്ത വർഷങ്ങൾക്കൊരു ബെനിഫിറ്റ്, വെൽ കൺസൾട്ട് പ്ലസ് ഉണ്ട്, OPD കൺസൾട്ടേഷനുകൾക്ക്. ബോർഡർലെസ് റൈഡർ എടുത്താൽ വിദേശത്ത് ചികിത്സിക്കാൻ കവറേജ് കിട്ടും. പിന്നെ ക്ലെയിം സേഫ് ഗാർഡ് പ്ലസ് എടുത്താൽ സാധാരണ പോളിസിയിൽ കിട്ടാത്ത ചില ഹോസ്പിറ്റൽ ബില്ലുകൾക്ക്, അതായത് നോൺ പേയബിൾ ഐറ്റംസിന് കവറേജ് കിട്ടും. ഓക്കേ, ഈ ഹെഡ്സപ്പ് എന്നൊരു റൈഡർ ഉണ്ടല്ലോ, അതെടുത്താൽ പ്രീമിയം കുറയുമെന്ന് കേട്ടു. അതെ, ഹെഡ്സപ്പ് അല്ലെങ്കിൽ ടിയേർഡ് നെറ്റ്വർക്ക് എന്ന റൈഡർ എടുത്താൽ പ്രീമിയത്തിൽ ഒരു 16% കുറവ് കിട്ടും. പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്. ചികിത്സിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് അവർ തരും. ആ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിൽ പോയാലേ ഫുൾ കവറേജ് കിട്ടൂ. ആ നെറ്റ്വർക്കിന് പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ ബില്ലിൻ്റെ 20% നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം. അതിനെ കോ പേയ്മെന്റ് എന്ന് പറയും. അപ്പോൾ പ്രീമിയം കുറയുമെങ്കിലും ഈ ഒരു നിയന്ത്രണം വരും. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കണം. ശരിയാണ്. അപ്പോൾ ഓരോ റൈഡറിനും അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. തീർച്ചയായും. നിങ്ങളുടെ ആവശ്യമെന്താണ്, ബഡ്ജറ്റ് എത്രയാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ റൈഡറുകൾ തിരഞ്ഞെടുക്കാൻ. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതിന്റെ പ്രീമിയം.
അത് ഏകദേശം എങ്ങനെ വരും? അവരുടെ പ്രായം, സ്ഥലം, ഏത് വേരിയന്റ് എടുക്കുന്നു, ഏതൊക്കെ റൈഡർ ചേർക്കുന്നു, ഇതൊക്കെ വെച്ചിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 35 വയസ്സുള്ള ആൾ ഡൽഹി, മുംബൈ പോലുള്ള സോൺ 1 സിറ്റിയിൽ ക്ലാസിക് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 11,600 രൂപ മുതൽ തുടങ്ങും വാർഷിക പ്രീമിയം, GST ഒക്കെ കൂട്ടിയിട്ട്. അതേസമയം ഏറ്റവും ഉയർന്ന പ്ലാൻ ബ്ലാക്ക് ആണെങ്കിൽ ഒരു 15,800 രൂപ മുതലും വരും. ഇനിയിപ്പോൾ ടോപ്പപ്പ് പോളിസി ഇതിന് ആവശ്യമില്ല എന്നുള്ളതുകൂടെ കണക്കിലെടുക്കണം. അപ്പം നിലവിലുള്ള പ്ലാനുകളുമായി താരതമ്യം ചെയ്തു നോക്കണം, ഇത് കൂടുതലാണോ അല്ലയോ എന്ന്. ഓക്കെ. വെയിറ്റിംഗ് പീരീഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ സാധാരണ പോളിസികളിൽ നിന്ന്? സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് ഏകദേശം പഴയതുപോലെ തന്നെയാണ്. പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസം അസുഖങ്ങൾക്ക് കവറേജ് ഉണ്ടാവില്ല. അപകടങ്ങൾക്ക് പക്ഷേ ആദ്യ ദിവസം മുതലുണ്ട്. ചില പ്രത്യേക അസുഖങ്ങൾക്ക് 24 മാസം കാത്തിരിക്കണം. മുൻപേയുള്ള അസുഖങ്ങൾക്ക്, അതായത് PED, നേരത്തെ പറഞ്ഞ ഡേ 1 റൈഡർ എടുത്തില്ലെങ്കിൽ 36 മാസമാണ് കാത്തിരിപ്പ് കാലാവധി. എന്നാൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. ഈ 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പ്രീമിയം കൊടുത്ത് 12 മാസമാക്കി കുറയ്ക്കാം. അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഇത് 36 മാസമാക്കി കൂട്ടുകയും ചെയ്യാം. ഓ, അങ്ങനെയും ഓപ്ഷനുണ്ടല്ലേ? അതെ. അതുപോലെ PED വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനും ഓപ്ഷനുകളുണ്ട്. അധിക പ്രീമിയം വരുമെന്നേ ഉള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിവ ബൂപ്പ റിയഷ്വർ 3.0 ഇതൊരു പുതിയ ടൈപ്പ് പ്ലാനാണ്. പ്രത്യേകിച്ച് ഈ അൺലിമിറ്റഡ് സം ഇൻഷ്വർഡ് എന്ന ആശയം. 4 വേരിയന്റുകളും ഇഷ്ടംപോലെ റൈഡറുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, കസ്റ്റമൈസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, അൺലിമിറ്റഡ് എന്ന് കേൾക്കുമ്പോൾ അതിലെ ചെറിയ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിബന്ധനകൾ. ബേസ് വേരിയന്റുകളിൽ റൂം റെന്റിനും മോഡേൺ ട്രീറ്റ്മെന്റ്സിനുമൊക്കെയുള്ള ലിമിറ്റുകൾ. പിന്നെ ഹെഡ്സപ്പ് പോലത്തെ റൈഡർ എടുത്താൽ വരുന്ന ആശുപത്രി നെറ്റ്വർക്ക് നിബന്ധനകൾ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ റൈഡറിനും അതിൻ്റേതായ വിലയുണ്ട്, കണ്ടീഷൻസുണ്ട്. പോളിസി എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ബ്രോഷറും നിബന്ധനകളും നന്നായി വായിച്ചു മനസ്സിലാക്കണം. അത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും. അപ്പോ ഈ വിവരങ്ങളൊക്കെ വെച്ച് ഈ പ്ലാനിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഈ പരിധിയില്ലാത്ത സം ഇൻഷ്വർഡ് എന്ന ഐഡിയ, ഇത് ഇൻഷുറൻസ് തെരഞ്ഞെടുക്കുന്ന നമ്മുടെ രീതിയെ ഇനി മാറ്റുമോ? എത്ര ലക്ഷത്തിന്റെ കവർ വേണം എന്ന ചോദ്യം ഇനി ഔട്ട്ഡേറ്റഡ് ആകുമോ? എന്താ തോന്നുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.